കളമശ്ശേരി നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയുള്ള പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷനിരയിൽ തുടക്കത്തിലെ കല്ലുകടി. കളമശ്ശേരി നഗരസഭയിലെ അഴിമതി മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ നഗരസഭയ്ക്ക് മുന്നിൽ സമരങ്ങളുടെ വേലിയേറ്റമാണെങ്കിലും പ്രതിപക്ഷനിരയിലും വിള്ളൽ വീണ ലക്ഷണമാണ്. 29-ന് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് LDF-ലെ ഘടകകക്ഷിയായ CPI-യുടെ യുവജന വിഭാഗം ഒരു മുഴം നീട്ടിയെറിഞ്ഞ് സമരം നടത്തിയത്. SDPI-യുടെ നേതൃത്വത്തിൽ സമരം നടന്നു കഴിഞ്ഞു. അഴിമതി ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. NCP-യിലെ ഒരു വിഭാഗം ശനിയാഴ്ച സമരം നടത്തി. ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന NCP ഇന്ന് രാവിലെ 11 മണിക്ക് സമരം നടത്തും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആദ്യമേ തന്നെ സമരം ഏറ്റെടുത്തു. ഇടതുമുന്നണിയുടെ സമര പ്രഖ്യാപനം അറിയിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുത്തില്ല. ഇതിനിടയിൽ അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയുമായി ജില്ലാ ആസൂത്രണ സമിതി അംഗവും മുൻ ചെയർമാനുമായ ജമാൽ മണക്കാടനും നഗരസഭ ചെയർപേഴ്സണും രംഗത്ത് വരികയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. ചെയർപേഴ്സൺ സീമാക്കണ്ണന്റെ ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജമാൽ മണക്കാടനാണ് മറുപടി പറഞ്ഞത്. നഗരസഭയിലെ 42 അംഗ കൗൺസിലിൽ BJPക്ക് ഒരംഗം മാത്രമാണ് ഉള്ളത്. നഗരസഭയ്ക്കെതിരെ വൻ അഴിമതി ആരോപണം ഉയർന്നിട്ടും BJP മൗനത്തിലാണ്. ഭരണകക്ഷിയായ UDF-നോടുള്ള BJPയുടെ മൃദു സമീപനം പൊതുജനമധ്യത്തിൽ ചർച്ചയായിട്ടുണ്ട്. നഗരസഭയിലെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ BJPക്കും ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കളമശ്ശേരിയിലെ അഡ്ജസ്റ്റ്മെന്റ് സമരത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആക്ഷേപം ശക്തമായതുകൊണ്ട് തങ്ങൾക്കതിൽ പങ്കില്ലെന്നു ബോധ്യപ്പെടുത്താനാണ് ഘടകകക്ഷികൾ പ്രത്യേകമായി സമരരംഗത്തു വന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് CPM സമരം പ്രഖ്യാപിച്ചത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും YouTube ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.